ഫംഗ്ഷനൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലോ ചേച്ചി. സുഭാഷ് ഏട്ടനെ സമ്മതിച്ചാൽ മതിയാകൂ. എത്ര ഭംഗിയായിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നേ. നീ പറഞ്ഞ ശരിയാ. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ആയാലും അതെല്ലാം നോക്കി നടത്തുന്നത് സുഭാഷ് ഏട്ടൻ തന്നെയാ. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ നോക്കി നടക്കുമായിരുന്നു. എന്താ റസിയ, എന്താ കാര്യം? ഞാനിന്ന് ഇറങ്ങുന്നേ. അല്ല, അതിന് റസിയ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. ഫുഡൊന്നും വേണ്ട, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. ദേവു, നീ നിർബന്ധിക്കൊന്നും വേണ്ട. റസിയ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ അവൾക്ക് എവിടെ പോകാനുണ്ടെന്ന്. ഫാത്തിമ റസിയുടെ കൂടെ പോകുന്നുണ്ടോ? ഇല്ല, ഇത്ത കുട്ടികളുടെ കൂടെ വരൂ. എന്നാൽ റസിയ വീട്ടിൽ പോയി ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട. ഞാൻ ഫാത്തിമയുടെ കൈവശം റസിയക്കും റസിയുടെ ഇക്കാക്കുള്ള ഫുഡ് കൊടുത്തുവിടാം. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടുന്നോ കഴിക്കുന്നില്ല, എന്നാ പിന്നെ വീട്ടിൽ നിന്നെങ്കിലും കഴിച്ചൂടെ? എന്നാ അങ്ങനെ ആവട്ടെ, ഞാനിന്ന് ഇറങ്ങുന്നേ. ഞാൻ ഇന്ന് ഇറങ്ങട്ടെ. ശരി റസിയ. സമാധാനായി, അവളിപ്പോ തന്നെ പോവല്ലോ. എന്നാൽ ഈ റസിയയുടെ ഒരു കാര്യം, അവൾക്ക് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് സാവധാനം പോയാൽ പോരായിരുന്നോ? ആരോ വന്നിട്ടുണ്ടല്ലോ. അല്ല, ആരത്? സീമേച്ചിയോ? നമ്മളെയൊക്കെ അപ്പൊ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയില്ലാണ്ട് ചേച്ചി എന്താ ലേറ്റ് ആയേ? സീമേച്ചി കേക്ക് മുറിയെല്ലാം കഴിഞ്ഞു, ചേച്ചി എന്താ വരാൻ ലേറ്റ് ആയേ? അല്ല, കേക്ക് മുറി കഴിഞ്ഞെന്നോ? നീ കുറച്ചു മുമ്പ് കഴിഞ്ഞേ. ഞങ്ങളിപ്പോ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുകയായിരുന്നു. അല്ല ഗീത, നിനക്കറിയില്ലായിരുന്നു ഞാൻ വരുന്ന കാര്യം? അല്ല ചേച്ചി വരാൻ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ചേച്ചി വരുന്നുണ്ടാവില്ല എന്ന്. അത് അങ്ങനെ ഉണ്ടാവും എനിക്കറിയാം. നിനക്കിപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ, നിന്റെ കുടുംബക്കാരെ മാത്രം മതിയല്ലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ കേക്ക് മുറിക്കാൻ നിൽക്കുമായിരുന്നോ? ചേച്ചി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. ഇവിടെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ എങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യിക്കുക. കൺമണി മോളെന്താ വന്നിട്ട് അകത്ത് കയറാഞ്ഞേ? ഉണ്ണിയേട്ടനകത്തുണ്ട് കേട്ടോ, മോൾ അങ്ങോട്ടേക്ക് പോയിക്കോ. ചേച്ചി നമുക്ക് അകത്തിരിക്കാം. എന്നാലും എന്റെ അനിയൻ സുഭാഷിന് പോലും തോന്നിയില്ലല്ലോ ഈ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ചേച്ചി എന്തായാലും വന്നല്ലോ, ചേച്ചി കുഞ്ഞെ കണ്ടേ. എനിക്ക് പിണക്കം നിങ്ങളോട് മാത്രമാണ്. അവൻ കുഞ്ഞല്ലേ, അവനോട് എന്തിനാ എനിക്ക് പിണക്കം? അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഉദ്ദേശിച്ചതല്ല, എനിക്ക് മനസ്സിലായി. ചേച്ചി വാ, നമുക്ക് പോയി ചേച്ചിക്ക് മോക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചേച്ചി, ഞങ്ങൾ അടുക്കളയിൽ പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് തരാം. കൺമണി മോളെ, മോക്ക് കേക്ക് വേണ്ടേ? ആന്റി, മോക്ക് കുറെ കേക്ക് എടുത്തു തരാട്ടോ. വാ ചേച്ചി, നമുക്ക് അടുക്കളയിൽ പോവാം. അവരറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ കാത്തിരിക്കാഞ്ഞേ, അതെനിക്ക് ഉറപ്പാ. ചേച്ചി, സീതേച്ചി നല്ല കളിപ്പിലാണല്ലോ. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ. നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ചെക്കന്റെ കാര്യം തന്നെ നോക്കിയാട്ടെ. നമ്മളിവിടെ വന്നിട്ട് എത്ര നേരമായി, എന്നിട്ട് അവൻ ഇങ്ങോട്ട് നമ്മളെ കാണാൻ വന്നോ? അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ അച്ഛനും വന്നിട്ടില്ലല്ലോ. നീ എന്തെങ്കിലും ചെയ്. ആദ്യം ഞാനൊരു കാര്യം നിന്നോട് നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. നീ ആദ്യം വേറെ ഡ്രസ്സല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേ? അതെ, പക്ഷെ ആ ഡ്രസ്സ് എനിക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ നിന്റെ കയ്യിൽ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നോ? എന്റെ അനിയനെ നിനക്കറിയില്ലേ, അവന്റെ ബാഗിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവില്ലേ? അതെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ ബാഗിനകത്ത് അവൻ വെക്കാറുണ്ട്. അവന്റെ ഒരു ജോഡി ഡ്രസ്സ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അവൻ എന്റെയും ഒരു ജോഡി ഡ്രസ്സ് ആ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാലോ, അവൻ പാർട്ടിക്ക് വരുമ്പോ ഡ്രസ്സെല്ലാം എടുത്തിട്ടാണ് വന്നേ. ഡ്രസ്സ് മാത്രമല്ല, അവൻ ആ ബാഗിനകത്ത് വേറെ സാധനങ്ങൾ കരുതാറുണ്ട്. അതെന്തൊക്കെയാ? ഞാൻ പറയാം. 500-ന്റെ ഒരു നോട്ട്, 200-ന്റെ ഒരു നോട്ടും, 50-ന്റെ ഒരു നോട്ട്, 20 രൂപയുടെ ഒരു നോട്ട്, 10 രൂപയുടെ ഒരു നോട്ടും, 5 രൂപയുടെ ചില്ലറ, 2-ന്റെ ചില്ലറ, പിന്നെ 1-ന്റെ. അവൻ ഭയങ്കര റിച്ച് അല്ലേ? അതങ്ങനെയല്ല, അതവൻ എമർജൻസിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നയാ. അഥവാ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ. ആഷിക്കിന്റെ ബാഗിനകത്ത് അപ്പോൾ പൈസയും ഡ്രസ്സുമാണ് ഉണ്ടാവാറ്. അത് മാത്രമല്ല, ഒരു ബ്രഷ് ഉണ്ടാകും, പേസ്റ്റ് ഉണ്ടാകും, ഒരു കുപ്പി വെള്ളം ഉണ്ടാവും, പിന്നെ കഴിക്കാൻ എന്തെങ്കിലും. പിന്നെ അവന്റെ ബാഗിൽ ഒരു സാധനം കൂടി ഉണ്ടാവും. അതെന്താ ചേച്ചി? ഒരു കയറ്. കയറോ? എന്തിനെ? അച്ഛൻ പോലീസിലായതുകൊണ്ട് എവിടെയെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനത് മൊത്തം തിയറിയായി കേട്ടോണ്ടിരുന്നാണെങ്കിലും അവനത് മൊത്തം പ്രാക്ടിക്കലായി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവന്റെ ബാഗ് തുറന്നു കഴിഞ്ഞാൽ ഡോറയുടെ ബാഗ് തുറക്കുന്ന പോലെയാണല്ലേ? അത് കൊള്ളാലോ. അവനെ നമുക്ക് ഇനി മുതൽ ഡോറ എന്ന് വിളിച്ചാലോ? ഡോറ ഗേള്, ഡോറൻ ബോയ്. കൊള്ളാലോ. അപ്പൊ ആഷിക്കിന്റെ പേര് ഫിക്സ് ആയി. എന്റെ പൊന്നു മോളെ, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേന്ന് അവനോട് പറയില്ലേ? ഇല്ല ചേച്ചി, ഞങ്ങൾ പറയില്ല. അല്ല മക്കളെ, ബാക്കിയുള്ളവരുടെ? അവര് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞു ആന്റി. അല്ല, പിറന്നാളുകാരനും വന്നില്ലേ? ഇല്ല, അവനും ആഷിക്കും ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞു. ഞാൻ മക്കൾക്ക് ഫുഡ് എടുത്തിട്ട് വരാം കേട്ടോ. പൊന്നു, നീ ഇപ്പൊ തന്നെ പോകുന്നുണ്ടോ? എനിക്കടനെ പോണം. അമ്മ എന്നോട് കേക്ക് മുറിച്ച് പാടി ചെല്ലണമെന്ന് പറഞ്ഞ. എന്നിട്ടും ഇത്ര നേരമായി. അല്ല, നീ ഇപ്പൊ പോകുന്നുണ്ടോ? എനിക്ക് വേഗം പോണം. വൈകുന്നേരം ഒരു ഔട്ടിംഗ് ഉള്ളതാ. ആദ്യം നീ ഇപ്പൊ പോകുന്നുണ്ടോ? എന്റെ ഉമ്മ പോകുമ്പോ ഞാനും പോകും. ഇതാ മക്കളെ ഫുഡ്, ഫുള്ള് കഴിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെയോ ഗീതേച്ചിനെ വിളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നിനക്ക് 7 വയസ്സായി. ഞാൻ വലിയ കുട്ടിയായി. നിന്നെക്കാൾ 4 മാസം മുന്നേ തന്നെ എനിക്ക് 7 വയസ്സായി. അപ്പൊ നിന്നെക്കാൾ വലുത് ഞാനല്ലേ? അയ്യോ കൺമണി, ഹായ്, നല്ല സുന്ദരി വാവ. ആഷിക്കേ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, നമ്മൾ ഒന്നിച്ച് കഴിക്കാന്നല്ലേ പറഞ്ഞേ. എന്നാ ഇനി ഒന്നും നോക്കണ്ട, നമുക്കൊന്നും കിട്ടില്ല. അതെന്താടാ, ഭക്ഷണം തീർന്നു പോയോ? നീ ഇപ്പൊ കുറച്ചു മുമ്പ് സുന്ദരി വാവ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അവളാണ് കൺമണി, എന്റെ കസിൻ. അവള് വന്നില്ലേ, ഇനി നമുക്കൊന്നും കിട്ടില്ല. എടാ, നീ ഒന്ന് കാര്യം തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായില്ല? എടാ, വരുന്ന സാധനത്തിന്റെ വയറ്റിലെ കൊക്കപ്പുഴന്റെ ഫാമിലി അടക്കം താമസിക്കുന്നുണ്ട്. ഒന്ന് പോവുണ്ട്. നീ എന്തിനാ വെറുതെ ആ കുട്ടിനെ പറ്റി പറയുന്നത്? എടാ, അവൾ കുറച്ച് തടിച്ചിരിക്കുന്നു വിചാരിച്ചിട്ട് നീ അവള് ബോഡി ഷേം ചെയ്യുന്നത് ഭയങ്കര മോശം കേട്ടോ. എന്റെ പൊന്നോ, ഞാൻ ബോഡി ഷേം ചെയ്തതല്ല. നീ അവളെ കഴിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇവളെ കഴിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഒന്നും ഉണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യ. നീ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയാതെ, പാവം കുട്ടി.